السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ട് അല്ലാഹു തആല ഈ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ടാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഈ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധമായ ഖുർആൻ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സർവ്വചരാചരങ്ങൾക്കും സസ്യജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കുമെല്ലാം സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേടനിൽ നിന്നും, അതായത് ഒരു മാൻപേട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് പരാതിപ്പെട്ടു. ഒരു വേടൻ ആ മാൻപേടയെ വേട്ടയാടുകയായിരുന്നു. അപ്പോൾ വേട്ടയാടി അതിനെ വലയിൽ കുടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഈ മാൻപേട പറയുകയാണ്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വേടന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ജാമ്യം നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ മാൻപേട കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ട് ശേഷം വരികയുണ്ടായി. അപ്പോൾ ഈ വേടൻ ഇത് കണ്ട് അത്ഭുതപ്പെടുകയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് ആ മാനിനെ വെറുതെ വിടുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിൻ്റെ മാതൃക നാം പിൻപറ്റുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.